ചെറിയ പ്രൈസിന്റെ ഒരു ഡീസൽ വാഹനം അന്വേഷിച്ച് നടക്കണോ എങ്കിൽ വീഡിയോ കണ്ടോളൂ. 2012 മോഡലിൽ വരുന്ന വീഡിയോ വേരിയന്റിൽ വരുന്ന 1,49,000 കിലോമീറ്റർ റൺ ചെയ്ത സെക്കൻഡ് ഓണർഷിപ്പിൽ ഉള്ള ഒരു വാഹനമാണ്. ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും 3,45,000 രൂപ മാത്രമാണ് കേട്ടോ. ഒരു കിഡിലൻ ഇന്നോവ വന്നിട്ടുണ്ട്. 2014 മോഡല് 15 രജിസ്ട്രേഷനിൽ വരുന്ന രജിസ്റ്റേർഡ് വാഹനമാണ്. G4 വേരിയന്റിൽ വരുന്ന 1,02,000 കിലോമീറ്റർ റൺ ചെയ്ത സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണ് കേട്ടോ. ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും 8,90,000 രൂപ മാത്രമാണ്. ഇപ്പൊ വരുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് കണക്റ്റീവ് ഫീച്ചേഴ്സ്. പക്ഷെ 2019 50ഓളം കണക്റ്റീവ് ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ട് തരംഗം സൃഷ്ടിച്ച ഒരു ബ്രാൻഡാണ് MG എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു കിഡിലൻ MG ഹെക്ടർ DCT ട്രാൻസ്മിഷനിൽ വരുന്ന ഒരു പെട്രോൾ വാഹനമാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഇത് വരുന്നത് 2020 മോഡലിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പിലുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത 90,000 കിലോമീറ്റർ റൺ ചെയ്ത ഒരു കിഡിലൻ ഷാർപ്പ് വേരിയന്റിൽ വരുന്ന വാഹനമാണ്. ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും 11,25,000 രൂപ മാത്രമാണ്. ഒരു തറവാടി ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ഒരു ഇന്നോവ ക്രിസ്റ്റ ഓട്ടോമാറ്റിക് ഡീസൽ Z വേരിയന്റിൽ വരുന്ന ഒരു കിഡിലൻ വാഹനം. ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത് 2016 മോഡലിൽ വരുന്ന 17 രജിസ്ട്രേഷന് Z ഓട്ടോമാറ്റിക് ഡീസൽ വാഹനമാണ്. 1,70,000 കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ഓണർഷിപ്പിലാണ്. ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും 16,90,000 രൂപ മാത്രമാണ് കേട്ടോ. ഒരു ഡീസൽ ബ്രസ 2017 മോഡലിൽ വരുന്ന വെറും 76,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്ത സിംഗിൾ ഓണർഷിപ്പിലുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കറക്റ്റ് കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു ക്വാളിറ്റി വാഹനം. ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും 7,35,000 രൂപ മാത്രമാണ് കേട്ടോ. നിങ്ങൾക്ക് ചെറിയ പ്രൈസിന് കയറ്റത്തിൽ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിലോട്ട് ഇറങ്ങാത്തൊരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന ഒരു വാഹനം വേണം എങ്കിൽ വീഡിയോ കണ്ടോളൂ. അത് മാത്രമല്ല കേട്ടോ, എസ്പെഷ്യലി ലേഡീസിനൊക്കെ അതായത് മെയിൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് സീറ്റിംഗ് പൊസിഷൻ എന്നുള്ളത്. അതായത് താഴ്ന്ന സീറ്റ് ആണെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ എത്തി വന്നായിരിക്കും നോക്കുക. അപ്പൊ നല്ലൊരു സീറ്റിംഗ് പൊസിഷനിൽ വരുന്ന കയറ്റത്തിൽ നിർത്തി കഴിഞ്ഞാൽ ബാക്കിലോട്ട് ഇറങ്ങാത്ത ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന ഒരു റിച്ച് ഓട്ടോമാറ്റിക് വാഹനം, അതും ചെറിയ പ്രൈസിനാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഡീറ്റെയിൽസ് വരുന്നത് 2014 മോഡലിൽ വരുന്ന VXI വേരിയന്റിൽ വരുന്ന തേർഡ് ഓണർഷിപ്പിലുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത വാഹനമാണ്. വെറും 3,10,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ പറ്റും. നിങ്ങൾക്ക് നല്ല ഫാമിലി യൂസിന് പറ്റിയ നല്ല റിഫൈൻഡ് ആയിട്ടുള്ള, അതായത് എഞ്ചിൻ നോയ്സ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ എഞ്ചിൻ നോയ്സിൽ വരുന്ന, അത് മാത്രമല്ല ചെറിയ മെയിൻ്റെനൻസ് കോസ്റ്റ് മാത്രം വരുന്ന നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഹനം, അതും അത്യാവശ്യം മോഡൽ കൂടിയ ചെറിയ പ്രൈസിന്റെ ഒരു വാഹനം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഇതാ ഇന്ന് നമ്മൾ കൊണ്ടുവന്നുള്ളത് ഒരു ഗ്രാൻഡ് ഏട്ടൻ പെട്രോള് 2019 മോഡലിൽ വരുന്ന ഒരു വാഹനമാണ്. 2019 മോഡല് ഏകദേശം സ്വിഫ്റ്റിന്റെ ഒക്കെ സെഗ്മെന്റിൽ വരുന്ന സെയിം വാഹനമാണ്. ആ ഒരു സ്വിഫ്റ്റിനൊക്കെ നമുക്ക് ഇപ്പോൾ ഏകദേശം ഒരു 6 lakh രൂപീസോളം നമ്മൾ കൊടുക്കേണ്ടി വരും. പക്ഷെ ഈ ഒരു വാഹനം നിങ്ങൾക്ക് നല്ലൊരു ഓഫർ പ്രൈസിലാണ് കിട്ടാൻ പോകുന്നത്. അപ്പൊ ഡീറ്റെയിൽസ് നോക്കിക്കോളൂ. 2019 മോഡലിൽ വരുന്ന മാഗ്ന വേരിയന്റിൽ വരുന്ന വെറും 48,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്ത സിംഗിൾ ഓണർഷിപ്പിലുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത കറക്റ്റ് കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു ക്വാളിറ്റി വാഹനമാണ്. ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും 4,40,000 രൂപ മാത്രമാണ്. നമ്മളിപ്പോ ഈ ഒരു വാഹനം അത്യാവശ്യം നല്ലൊരു കയറ്റത്തിലാണ് നിർത്തിയിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ നേരെ ഇത് ഡ്രൈവിലോട്ട് ഇട്ടു. ഇനി നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുക്കാണ്. കണ്ടോ, ബ്രേക്കിൽ നിന്ന് കാലെടുത്തു കഴിഞ്ഞാലും നമുക്ക് വണ്ടി ബാക്കിലോട്ട് ഇറങ്ങണില്ല. കണ്ടോ, നമുക്കൊരു ഇഞ്ച് ബാക്കിലോട്ട് ഇറങ്ങാതെ നല്ല സ്മൂത്ത് ആയിട്ട് കയറിപ്പോകും. ആ ഒരു വാഹനമാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതെ, ഇന്നത്തെ നമ്മുടെ വാഹനം എന്ന് പറയുന്നത് ഒരു ഗ്രാൻഡ് ഏട്ടൻ ഓട്ടോമാറ്റിക് AT ഗിയർ ബോക്സിൽ വരുന്ന ഒരു കിഡിലൻ വാഹനമാണ്. 2018 മോഡലിൽ വരുന്ന പെട്രോൾ AT ഗിയർ ബോക്സിൽ വരുന്ന ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷന് വെറും 34,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്ത സെക്കൻഡ് ഓണർഷിപ്പിലുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത കറക്റ്റ് കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു ക്വാളിറ്റി വാഹനം. ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും 5,25,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ. എക്കണോമിക് ആൻഡ് എയറോഡൈനാമിക് ഈ രണ്ട് പേരുകളെ കൊണ്ട് വിശേഷിപ്പിക്കപ്പെട്ട ഒരു കിടിലൻ മുതലായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അതെ, എക്കണോമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മളെ കൈയെത്തും ദൂരത്ത് വെക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വാഹനത്തിന്റെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ബട്ടണ് നമ്മൾക്ക് എപ്പോഴും പോസിബിൾ ആവുന്ന ഒരു പൊസിഷനിൽ വെക്കുക. ഈ ഒരു സാധനം വെറും ഒരു ഉദാഹരണം മാത്രമാണ്.
എയറോ ഡൈനാമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എയറിനെ തുളച്ചു പോകുന്ന ഡിസൈൻ, അതായത് നമ്മളെ ഫ്ലൈറ്റിന്റെ ഒക്കെ ഡിസൈൻ പോലത്തെ ഒരു ഡിസൈനോട് കൂടിയിട്ട് വന്ന ഒരു കിടിലൻ മുതലാണ് ഹ്യൂണ്ടായി എലൈറ്റ് i20 എന്ന് പറയുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കിടിലൻ ഹ്യൂണ്ടായി എലൈറ്റ് i20 പെട്രോൾ വാഹനമാണ്. 2020 മോഡൽ വരുന്ന സ്പോർട്സ് പ്ലസ് എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. വെറും 48,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്ത സിംഗിൾ ഓണർഷിപ്പിലുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത കറക്റ്റ് കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു ഹൈ ക്വാളിറ്റി വാഹനമാണ്. ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും 6,10,000 രൂപ മാത്രമാണ്. അതെ, ചെറിയ പ്രൈസിന്റെ ഒരു അൾട്ടോ 800 വാഹനമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. 2015 മോഡൽ വരുന്ന LXi വേരിയന്റിൽ വരുന്ന വെറും 39,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്ത സിംഗിൾ ഓണർഷിപ്പിലെ നല്ലൊരു ക്വാളിറ്റി വാഹനം. ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും 2,25,000 രൂപക്ക്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനേ താഴെ കൊടുത്ത നമ്പറിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. ഇതുപോലെ നല്ല ക്വാളിറ്റി വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്.